മികച്ച ഒരു പുസ്തകം നല്ലൊരു സുഹൃത്തിന് തുല്യം. പുസ്തകങ്ങളെന്നും ആൽഡിയക്ക് ഒരു സുഹൃത്താണ്. നാളെ ഒരു ക്രിമിനോളജിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്ന കൊച്ചുമിടുക്കി താൻ വായിച്ച ഡിക്റ്റേറ്റീവ് നോവലുകളുടെ സാരാംശം ഉൾക്കൊണ്ടാണ് കഴിഞ്ഞ വേനൽ അവധിക്കാലത്ത് ഒരു പുസ്തകം എഴുതിയത്. പരിചയപ്പെടാം നമുക്ക് ആ കൊച്ചുമിടുക്കിയെ. മെട്രോ 7 ന്യൂസ് സ്പെഷ്യൽ സ്റ്റോറി വായിച്ചു വളർന്നാൽ വിളയും. മൊബൈൽ ഫോണുകളുടെ ലോകത്താണ് ഇന്നത്തെ തലമുറ, നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് കഥകൾ ഇഷ്ടപ്പെടുന്ന, അതും ഡിക്റ്റേറ്റീവ് നോവലുകളെ അനുസ്മരിപ്പിക്കുന്ന കഥകൾ എഴുതിക്കൊണ്ട് വ്യത്യസ്തയാകുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കൊച്ചി തോപ്പുംപടി അവർ ലേഡീസ് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആൽഡിയ മേരി സിമേന്തിയാണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. വേഗതയേറിയ സാങ്കേതിക വിദ്യയാൽ നയിക്കപ്പെട്ട ഈ കാലത്ത് എഴുത്തിലൂടെയും വായനയിലൂടെയും ലോകം കീഴടക്കിയാണ് കൊച്ചിക്കാരിയായ കൊച്ചുമിടുക്കി. തോപ്പുംപടി അവർ ലേഡീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ്സുകാരിയായ ആൽഡിയ മേരി സിമേന്തിയാണ് കുറ്റാന്വേഷണ കഥകളോടൊപ്പം ചേർക്കാവുന്ന കഥകൾ എഴുതി താരമായത്. എന്തുകൊണ്ടാണ് മോളെ ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഡിറ്റക്റ്റീവ് നോവലുകളോട് സാമ്യമുള്ള രീതിയിൽ കഥകൾ എഴുതാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്? എനിക്ക് ഭാവിയിൽ ഒരു ക്രിമിനോളജിസ്റ്റ് ആവാനാണ് ഏറ്റവും ആഗ്രഹം. പിന്നെ എനിക്ക് ലൈക്ക് ക്രൈം ത്രില്ലർ ബുക്സ് ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു ദിവസം ഓർത്ത് ഇങ്ങനെ ഒന്ന് എഴുതി നോക്കിയാലോ എന്ന്, ഇങ്ങനത്തെ ഒരു സെയിം അതുമാതിരി ഒരു മിസ്റ്റീരിയസ് ബുക്ക് ഒന്ന് എഴുതി നോക്കിയാലോ എന്ന്. അങ്ങനെ ജസ്റ്റ് ഒന്ന് തുടങ്ങിയതാണ്. പിന്നെ ഇവിടെ തന്നെ പബ്ലിഷ് ചെയ്ത് എത്തി. ഇവിടെ വരെ എത്തുന്നില്ല, പബ്ലിഷ് ഒക്കെ ചെയ്യുന്ന പേരൻസ് ചെയ്യണം. കാരണം അവർ പറഞ്ഞ് ഒരു ടാലന്റ് ആണ്, ഞങ്ങളിത് വളർത്തിയിട്ടത് നല്ലോണം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അപ്പോൾ പബ്ലിഷ് ചെയ്ത് അതൊരു വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. ഭാവിയിൽ പിന്നെ എൻ്റെ ഒരു എംബിഷനിലോട്ട് എത്താൻ വേണ്ടി ബുക്സിലോട്ട് സഞ്ചരിച്ചിട്ടാണ് സാധാരണ എംബിഷനിൽ എത്തുന്നത്. അതുമാതിരി തന്നെയാണ് ഞാനും ചെയ്യുന്നത്. ബിസിനസ്സുകാരന്റെ കൊലപാതകം അന്വേഷിച്ച് തെളിയിക്കുന്ന എമ്മയുടെ കഥയായ ഡിറ്റക്റ്റീവ് എമ്മ വെയിൽസ് ആൻഡ് ദ മർഡർ ഇൻ ദ ലാൻഡ് ഓഫ് ബിസിനസ് ആണ് ആൽഡിയ എഴുതി പൂർത്തീകരിച്ചത്. വായനാശീലവും എഴുത്തിനോടുള്ള താല്പര്യവുമാണ് ഈ കൊച്ചുപിടുക്കിയെ എഴുതാൻ പ്രേരിപ്പിച്ചത്, പ്രത്യേകിച്ച് എ ഗുഡ് ഗേൾസ് ഗൈഡ് ടു മർഡർ. ഭാവിയിൽ ക്രിമിനോളജിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്ന മോൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്നത് അവളുടെ അച്ഛനും അമ്മയുമാണ്. കുറ്റാന്വേഷണമായിട്ട് ബന്ധപ്പെടുത്തിയത് എഴുതണമെന്ന് തോന്നി തുടങ്ങിയത് എപ്പോഴാണ്? ഞാൻ ഒരു ബുക്ക് വായിച്ചു, എ ഗുഡ് ഗേൾസ് ഗൈഡ് ടു മർഡർ. അതിന് 3 സീക്വൽസ് ഉണ്ട്, 3 ബുക്സ് ആണത്. അത് വായിച്ചപ്പോൾ അതിന്റെ ഓഥർ എങ്ങനെ എഴുതിയൊക്കെ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ പ്ലോട്ടും ട്വിസ്റ്റൊക്കെ ഞാൻ അതുമാതിരി ഒരു പ്ലോട്ടും അതുമാതിരത്തെ ഒരു ട്വിസ്റ്റൊക്കെ ഉണ്ടാക്കി ഒരു കഥ വെറുതെ ഒന്ന് ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് എഴുതി നോക്കുക. ലൈക്ക് അത് എക്സ്പാൻഡ് ഒന്നാവാണ്ട് സിമ്പിളായിട്ടൊരു മേർഡർ മിസ്റ്റേക്ക് എഴുതി നോക്കിയാലോ എന്നാണ് ആദ്യം വിചാരിച്ചത്. മൈൻഡിൽ തന്നെ ക്രിയേഷൻ ആയിട്ട് വന്ന ഓരോരോ മൈൻഡിൽ പോപ്പപ്പ് ചെയ്യുന്ന ഓരോ ഐഡിയാസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ബുക്ക് എഴുതിയേക്കുന്നത്. ഇതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിന്നത് ആരായിരുന്നു? പേരൻസ് ആണ്, അഫ്കോഴ്സ്. എൻ്റെ ഫാദറും മദറും ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിന്നത്. എനിക്കത് വലിയ ആഗ്രഹമൊന്നുമില്ല ഇത് പബ്ലിഷ് ചെയ്യാൻ. കാരണം സ്റ്റോറി അല്ലേ, ഇതിങ്ങനെ ഇവിടെ ഇരുന്നാൽ പോലെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, ഇത് പബ്ലിഷ് ചെയ്യേണ്ടതാണ്. കാരണം നല്ലൊരു ഇതല്ലേ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം, ബുക്കല്ലേ, സപ്പോർട്ടൊക്കെ ചെയ്യണ്ടേ. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആയിരുന്നു പേരൻസ്. ബുക്സ്തകം കിഡ്സ് പബ്ലിഷേഴ്സ് ആണ് ആൽഡിയയുടെ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തിന്റെ സമ്മർ വെക്കേഷനിലാണ് ഞാൻ തുടങ്ങിയത് ഇതിന്റെ പ്രിപ്പറേഷൻസ്. പിന്നെ ഏപ്രിലിൽ തുടങ്ങിയപ്പോൾ അത് മെയ് കഴിഞ്ഞിട്ട് ലൈക്ക് സ്കൂളൊക്കെ തുടങ്ങി ആ ടൈം ആയപ്പോൾ ഇത് തീർന്ന്. പുസ്തകം കിഡ്സ് എന്നാണ് ഇവരുടെ പബ്ലിഷേഴ്സിന്റെ പേര്. നമ്മുടെ ബുക്കിന്റെ പേര് ഇതുവരെ നമ്മൾ പറഞ്ഞില്ല. ബുക്കിന്റെ പേര് എന്ന് വെച്ചാൽ ഡിറ്റക്റ്റീവ് എമ്മ വെയിൽസ് ആൻഡ് ദ മർഡറർ ഇൻ ദ ലാൻഡ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സുകാരനെ കൊല്ലപ്പെടുത്തി അത് അന്വേഷിക്കുന്നതാണ് എമ്മയാണ് ഇതില് മെയിൻ ക്യാരക്ടർ. പിന്നെ ടീംസ് ഉണ്ട് ഇതില്, ലൈക്ക് ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ബെസ്റ്റ് ഫ്രണ്ടും വേറെ 3 പേരും കൂടി അങ്ങനെ ഉൾപ്പെടുത്തിയിട്ട് ആ ടീം നയിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ആണ് ഈ കഥ. അപ്പോൾ എൻ്റെ മദർ പറഞ്ഞേക്കുന്ന ഒരു പാഷൻ വേണം, ഞങ്ങൾക്ക് എംബിഷനും വേണം പാഷനും വേണം. എനിക്ക് പാഷൻ പറയുമ്പോൾ എഴുത്തും വായനയുമാണ് എൻ്റെ പാഷൻ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാണ്. പുതിയ കഥകൾ എന്തെങ്കിലും രൂപപ്പെട്ടിട്ടുണ്ടോ മനസ്സിൽ? ഒരു ചെറുതായിട്ട് ഒരെണ്ണം എഴുതി തുടങ്ങിയിട്ടുണ്ട്. അത് ഇനി രൂപപ്പെടുത്തി വരണം. ലൈക്ക് ഐഡിയാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്ന് തുടങ്ങാനാണ് പ്ലാൻ. വായന മരിച്ചിട്ടില്ല, അല്ലെങ്കിൽ എഴുത്ത് മരിച്ചിട്ടില്ല. ആ ലോകത്തിലേക്ക് നമ്മുടെ യുവത്വത്തെ കൂട്ടിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് ഇതുപോലെയുള്ള കുട്ടികളുടെ എഴുത്തും അവരുടെ ക്രിയേറ്റിവിറ്റിയും. അപ്പോൾ ആൽഡിയയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒത്തിരി എഴുതാനും ഇതുപോലെ ലോകത്തോട് ഒരുപാട് കാര്യങ്ങളും എഴുത്തിലൂടെ സംവദിക്കാനും സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.
Study German at International Language Academy, ELA Cochin. Grab your future in Germany and Austria.